പാവപ്പെട്ട ദശലക്ഷക്കണക്കായ സഹോദരിമാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുലംകുത്തി ആരാണ് എന്നുള്ളത് ഇതിൻ്റെ വിധി വരുന്നതോടുകൂടിയിട്ട് മിസ്റ്റർ നടേശന് ബോധ്യമാണ്. നമസ്കാരം. മൺമറഞ്ഞുപോയ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ അദ്ദേഹം മരിച്ചിട്ട് അടുത്ത മാസം ആകുമ്പോഴേക്കും ഏകദേശം ഒരു വർഷം തികയാണ്. കൃത്യമായി പറയുകയാണെങ്കിൽ 2025 ജൂൺ 21 അദ്ദേഹം വിട പറഞ്ഞത്. അടുത്ത മാസം ആകുമ്പോഴേക്കും ഒരു വർഷം തികയാൻ പോവുകയാണ്. അതെന്തോ ആയിക്കോട്ടെ, ഇതിപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഈ ഒരു കാര്യം പറയാനുള്ളത് കാരണം കാലം അദ്ദേഹത്തിന് കാത്തുവെച്ച ഏറ്റവും വലിയ കാവ്യനീതി എന്ന് പറയുന്ന ഏറ്റവും വലിയ ഒരു കാര്യമാണ് അദ്ദേഹം മുമ്പോട്ട് വന്ന മൈക്രോ ഫിനാൻസിൻ്റെ തട്ടിപ്പ് കേസ്. നമുക്കറിയാം, അദ്ദേഹം അന്ന് പറഞ്ഞത് യഥാർത്ഥ കുലംകുത്തി ആരാണെന്നുള്ളത് കാലം അറിയും എന്നുള്ളതാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. പിന്നീട് അതിനുശേഷം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 2016 സ്ഥാനമേറ്റത് കഴിഞ്ഞ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനായിരുന്നു. 2016 പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പദവിയേൽക്കുമ്പോൾ പിന്നീട് അങ്ങോട്ട് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് യാതൊരുവിധ കേസ് അന്വേഷണങ്ങളുമില്ല. ഒരു അന്വേഷണവുമില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കുടപിടിക്കുന്ന അല്ലെങ്കിൽ പ്രതിഭാഗത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെ കുടപിടിക്കുന്ന ഒരു നീതിയാണ് അന്ന് ഈ പറഞ്ഞ പോലെ പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അത് മാത്രമല്ല, പിന്നീട് ഈ 2026 എത്തുമ്പോൾ കഴിഞ്ഞ 10 വർഷം 2016 മുതൽ 2026 വരെ കേരളത്തെ 10 വർഷം ഭരിച്ച പിണറായി വിജയൻ്റെ പതനത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണവും വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. കാരണം അന്ന് VSനെ നിശബ്ദനാക്കിക്കൊണ്ടാണ് പിന്നീട് ഈ കേസ് നമുക്കറിയാം, ഈ കേസ് കൊണ്ടുവന്നത് അന്നത്തെ VS തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരുവിധ സംശയവും ഒരു സഖാക്കന്മാർക്ക് പോലും ഇല്ല. അപ്പോൾ എന്തായാലും അന്ന് VS പറഞ്ഞ ഒരു കാര്യം അത് നമുക്കൊന്ന് കേൾക്കാം. പരമാവധി 5% വരെ, അല്ലാതെ അതിൽ കൂടുതൽ വാങ്ങിക്കൂടാ എന്നുള്ളതിന് പകരം 18% പലിശയാണ് സ്വസമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട ദശലക്ഷക്കണക്കായ സഹോദരിമാരിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുലംകുത്തി ആരാണ് എന്നുള്ളത് ഇതിൻ്റെ വിധി വരുന്നതോടുകൂടിയിട്ട് മിസ്റ്റർ നടേശന് ബോധ്യമാണ്. കൃത്യമായിട്ട് ഇത് മനസ്സിലാവുന്നുണ്ട് VS കുലംകുത്തി എന്ന് യഥാർത്ഥത്തിൽ വിശേഷിപ്പിച്ചത് ആരാണ് എന്നുള്ളത്. അതേ കുലംകുത്തിയാണ് പിന്നീട് അങ്ങോട്ട് പിണറായി വിജയൻ തൻ്റെ കാറിൽ കയറ്റി പല സ്ഥലത്തോട്ട് പോയതും. അദ്ദേഹത്തിൻ്റെ കാറിൽ സ്വന്തം മുന്നണിയിലെ മറ്റ് മന്ത്രിമാർക്കോ പാർട്ടി നേതാക്കന്മാർക്കോ ആർക്കും പെർമിഷൻ ഉണ്ടായിരുന്നില്ല കയറാൻ. പക്ഷേ അദ്ദേഹം ആദ്യമായി കയറ്റിയ ഒരു വ്യക്തി പറഞ്ഞ പോലെ വെള്ളാപ്പള്ളി നടേശനായിരുന്നു. ആ വെള്ളാപ്പള്ളി നടേശനാണ് പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് പേരുടെ കോടിക്കണക്കിന് രൂപ അഴിമതി കേസിൽ അല്ലെങ്കിൽ തട്ടിപ്പ് കേസിൽ പ്രതിയായി നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുമാത്രമല്ല, KK മഹേഷിൻ്റെ ആത്മഹത്യക്ക് പിന്നിലും അദ്ദേഹത്തിൻ്റെ കരങ്ങളാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതെന്തായാലും കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോകുന്നുണ്ട്. മഹേഷ് ഈ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് 32 പേജ് വിശാലമായ ആത്മഹത്യ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് ആരൊക്കെയാണ് ഇതിന് ഉത്തരവാദി എന്നുള്ളതും. കൃത്യമായിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും അദ്ദേഹം വളരെ ആധികാരികത്തോടെ കൃത്യമായി പറയുന്നുണ്ട് കാര്യങ്ങൾ. എന്തായാലും അദ്ദേഹത്തിൻ്റെ മരണത്തിനും യഥാർത്ഥത്തിലുള്ള നീതി കിട്ടട്ടെ എന്നും, അതുമാത്രമല്ല പിണറായി വിജയൻ്റെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യത്തിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത്. ഇത് മാത്രമല്ല, ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്ന മറ്റൊരു കാര്യം, ഇതെല്ലാം VM സുധീരൻ ഉയർത്തിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ എന്താ പറയുക ഉയർത്തിക്കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളാണ് എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി പറയുന്നത്. VM സുധീരനാണ് ഇതൊക്കെ പൊടി തട്ടിയെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷേ VM സുധീരൻ ഇതിന് കൃത്യമായി മറുപടി കൊടുക്കുന്നുണ്ട്. തനിക്ക് യാതൊരുവിധ വ്യക്തിവൈരാഗ്യവും വെള്ളാപ്പള്ളി നടേശനോടില്ല എന്ന് തന്നെയാണ് VM സുധീരൻ പറയുന്നത്. അദ്ദേഹത്തോടുള്ള വിയോജിപ്പ് ഒന്ന് മാത്രമാണ്. ആ പദവി ദുരുപയോഗപ്പെടുത്തി നിരവധി കുറ്റകൃത്യങ്ങളിലേക്ക് നീങ്ങുന്നു. അദ്ദേഹം ആ കുറ്റകൃത്യങ്ങൾക്ക് എല്ലാം പരിരക്ഷ കിട്ടാൻ അദ്ദേഹം ഒരു ഭാഗത്ത് സംസ്ഥാനത്ത് അധികാരത്തിൽ വരുന്ന പിണറായി ഉൾപ്പെടെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക, മറുഭാഗത്ത് BJPയെ കൈകാര്യം ചെയ്യുക, അതിനുവേണ്ടിയൊരു ശ്രമം നടത്തുക. ഇങ്ങനെ ഇരു സർക്കാരുകളെയും മനോഹരമായി കൈകാര്യം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റകൃത്യങ്ങൾക്കൊക്കെ തടയിടാനാണ് ശിക്ഷ വരുന്നത്, നിയമ നടപടികൾക്ക് തടയിടാനാണ് അദ്ദേഹം ശ്രമിച്ചു വരുന്നത്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ രാഷ്ട്രീയ സമൂഹത്തെയും കേരളീയ സമൂഹത്തെയും ശ്രീനാരായണ ഗുരുവിൻ്റെ ആദർശങ്ങളെയും അതിവിദഗ്ധമായി കബളിപ്പിക്കുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കാണാനാവില്ല.